ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ബ്രാക്കറ്റ്സ് കണ്ടില്ലേ? ഇതുപോലെ കാണില്ലേ? അത് ഓക്കെ. ആമായി ഓഡിബിൾ? ഒരു മിനിറ്റ്, ഞാൻ ഓഡിയോ ഒന്ന് സെറ്റ് ചെയ്യുന്നു. സർ ഇപ്പൊ കുഴപ്പമില്ല, ഓഡിയോ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക്. നോക്കൂ, ആദ്യം ഒരു വലിയ ബ്രാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ ഒരു ന്യൂമറേറ്റർ, ഫ്രാക്റ്റിൽ ന്യൂമറേറ്റർ എ, അടിയിൽ ഡിനോമിനേറ്ററിൽ വേറൊരു ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ വേറൊരു ഫ്രാക്ക്, അതിൽ ന്യൂമറേറ്ററിൽ ബി, അടിയിൽ സിമ്പിൾ പാരാന്തസിസ്, വീണ്ടും ഒരു അതിൻ്റെ ഉള്ളിൽ ഫ്രാക്ക് C/D. നിങ്ങൾ മറ്റുള്ള, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യണു, നിങ്ങൾ ഇതുപോലെ വേർഡിൽ ഒരു ഇക്വേഷൻ എഴുതി നോക്കൂ. നിങ്ങൾ എത്ര സമയം പിടിച്ചാലും ഏത് ഇക്വേഷൻ എഡിറ്റർ യൂസ് ചെയ്താലും ഇതൊന്നും ശരിയാവില്ല. മാത്രമല്ല ഇത് ടെക്സ്റ്റിന്റെ ഉള്ളിൽ വരുമ്പോൾ ഇത് വീണ്ടും ആകെ വൃത്തികേടാവും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കണ്ടില്ല എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവം അത് നമുക്ക് ടെക്സ്റ്റിൽ വളരെ ഈസി ആയിട്ട് പറ്റും. ബാക്കിയുള്ളത് നമ്മൾ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള നെസ്റ്റിങ് കൊടുത്താൽ മതി. ഏത് ബ്രാക്കറ്റ് ആണ് വരുന്നത് അത് നമ്മൾ കണ്ടില്ലേ, ഇത്രയുള്ള സംഭവം കണ്ടില്ല. ആദ്യം നമ്മൾ ഇവിടെ ഒരു ലെഫ്റ്റ് ബ്രേസ് കണ്ടില്ലേ, /ലെഫ്റ്റ് ബ്രേസ് ഇട്ടു. അത് നമ്മൾ ഇവിടെ ഏറ്റവും അവസാനം ക്ലോസ് ചെയ്തു /റൈറ്റ്. പിന്നെ അതിന്റെ ഉള്ളിൽ കണ്ടില്ല, ഇവിടെ ഒരു ഈ ബ്രേസ് എവിടെ ക്ലോസ് ചെയ്യണേ? ഇവിടെയാണ്. ഉള്ളില് എല്ലാം വരും. അതിന്റെ ഉള്ളില് ഒരു ഫ്രാക്ക് സ്റ്റാർട്ട് ചെയ്തു, /ഫ്രാക്ക് എ, ന്യൂമറേറ്ററിലെ അതിന്റെ ഡിനോമിനേറ്റർ ഇവിടെ തൊട്ട് എവിടെ വരുന്നുണ്ട്? ഇവിടം വരുന്നുണ്ട്. കണ്ട, ഈ ബ്രേസ് തൊട്ട് ഈ ബ്രേസ് വരെ ഡിനോമിനേറ്റർ ആണ്. അതിന്റെ ഉള്ളില് /ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്, അത് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യും. അതിന്റെ ഉള്ളില് ഫ്രാക്ക്, ന്യൂമറേറ്ററിൽ ബി, കണ്ടില്ലേ, വീണ്ടും ലെഫ്റ്റ് ബ്രേസ്. അപ്പൊ ഇതൊക്കെ അതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് സൈസ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നോളും. ഈ ബ്രാക്കറ്റ്സിന്റെ സൈസ്, ഡീലിമിറ്റേഴ്സ് കറക്റ്റ് ആയിട്ട് വരും. ഓട്ടോ സൈസിങ് ആണ്, അതാണ് അതിന്റെ പ്രത്യേകത. മനസ്സിലായിണ്ടാവുന്ന? ഇത് നിങ്ങൾക്ക് വേർഡിലൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റൂല. പറ്റിക്കാൻ നിങ്ങൾ ആരെങ്കിലും വേർഡിൽ ടൈപ്പ് ചെയ്ത് എനിക്ക് അയച്ചതാ. ഏത് ഇക്വേഷൻ എഡിറ്റർ യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു സംഭവം വേർഡിൽ ചെയ്യാൻ പറ്റൂല. അടുത്തത് ഇതുപോലെ തന്നെയുള്ള ഇതിന്റെ കുറച്ച് എന്താ പറയാ, ഇക്വേഷന്റെ ഉള്ളില് നമ്മൾ ടെക്സ്റ്റ് എഴുതാണ് കണ്ടില്ലേ. അതിന് വേറൊരു ഓപ്ഷനാണ് /ടെക്സ്റ്റ്. നേരത്തെ എഴുതിയത് നമ്മൾ വേറെ ഓപ്ഷൻ ആയിരുന്നു. ഇപ്പൊ /ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാലും മതി. അപ്പൊ കോഷി റീമാൻ ഇക്വേഷൻസ് എന്നുള്ളത് ഈ ഇക്വേഷന്റെ ഉള്ളിലാണ്. ഇതാണ് ഇക്വേഷന്റെ ബ്ലോക്ക്, അതിന്റെ ഉള്ളിലാണ് ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ വേറൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ബിഗിൻ അലൈൻഡ്. നേരത്തെ അലൈൻ ആയിരുന്നു, ഇപ്പൊ ബിഗിൻ അലൈൻഡ്, എൻഡ് അലൈൻഡ്. അതുപോലെ അവിടെ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കി അറിയാം എന്താ വ്യത്യാസം എന്നറിയാം. ഇത് നിങ്ങൾക്ക് പലപ്പോഴും എഴുതേണ്ടി വരും. നമ്മുടെ ഇത് സാധാരണ ആൾക്കാർക്ക് ആവശ്യം വരില്ല കേട്ടോ. ഇത് സാധാരണ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾക്ക് മാത്തമാറ്റിക്സ് ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതേണ്ടി വരും. ഓർക്കുണ്ടാവും അല്ലെ? അതായത് രണ്ട് ഇക്വേഷൻ എഴുതി നമ്മൾ അതിന്റെ കോമൺ ആയിട്ടുള്ള ഒരു സൈഡിൽ ഒരു ബ്രേസ് ഇട്ടു, മറ്റേ സൈഡിൽ ഇല്ല. ഒരു സൈഡിൽ മാത്രം നമ്മൾ ബ്രേസ് ഇട്ടു, എന്നിട്ട് അതിന്റെ അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി. കോഷി റീമാൻ ഇക്വേഷൻസ് എഴുതി. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എഴുതുന്നുണ്ടാവുക. കണ്ടില്ലേ, ഒരു സൈഡിൽ മാത്രം ബ്രേസ് ഇടാം, മറ്റേ സൈഡ്. അപ്പൊ ഇതിങ്ങനെ ക്ലോസ് ചെയ്യണമെന്നില്ല അവിടെ. ചിലപ്പോൾ നമുക്ക് ലിമിറ്റ്സോ അങ്ങനെയൊക്കെ വരുമ്പോ ഒരു സൈഡിൽ മാത്രം ഇടേണ്ടി വരും. ക്ലിയർ അല്ലേ? ഇത് പലപ്പോഴും ആവശ്യം വരാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത് റൈറ്റിലുള്ള ഈ സാധനമാണ്. അപ്പൊ അത് ലെഫ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതണം കേട്ടോ. ലെഫ്റ്റിൽ ഇല്ലെങ്കിൽ സാധാരണ ബ്രേസ് റൈറ്റിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ എറർ വരും.
അപ്പൊ അത് ലെഫ്റ്റിൽ ഇട്ട് ക്ലോസ് ചെയ്യണം. പക്ഷെ അത് ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ സ്ലാഷ് ബ്രേസ് ഇടണം കേട്ടാ. അത് വലുതാക്കാൻ വേണ്ടിയിട്ട് സ്ലാഷ് റൈറ്റ് ഇട്ടു. സ്ലാഷ് റൈറ്റ്, പിന്നെ ആ ബ്രേസ് മാത്രം വരുന്ന കാരണം അത് നമ്മൾ സ്ലാഷ് ബ്രേസ് ഇട്ടു. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സൈഡിൽ മാത്രം വരും. വേറെ ബ്രാക്കറ്റ് ആണ് അവിടെ വേണ്ടെങ്കിൽ, സ്ക്വയർ ബ്രാക്കറ്റ് ആണ് വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൈപ്പാണ് വേണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അവിടെ ഇട്ടാൽ മതി. സ്ലാഷ് പൈപ്പ് എന്നോ സ്ലാഷ് സ്ക്വയർ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സൈഡിൽ മാത്രം വരും. ഇത് പലപ്പോഴും നമ്മൾ ആവശ്യം വരാറുള്ളതാണ് ഇക്വേഷൻസിലൊക്കെ കേട്ടാ. ഇത് അതുപോലെ തന്നെയാണ് ഇക്വേഷൻ നമ്പർ നമ്മൾ കണ്ടില്ലേ. ഇനി അതിലും വലുതാക്കണമെങ്കിൽ കണ്ടില്ലേ, സ്ലാഷ് ബിഗ് എൽ എന്നോട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ബിഗ് ലെഫ്റ്റ്, ബിഗ് റൈറ്റ്. അപ്പൊ ബ്രാക്കറ്റ് നമ്മൾ സ്ലാഷ് ബിഗ് എൽ റൈറ്റ്, സ്ലാഷ് ബിഗ് എൽ കൊണ്ട് ഓപ്പൺ ചെയ്താൽ സ്ലാഷ് ബിഗ് റൈറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യണം. അപ്പൊ നമുക്ക് വലിയ ബ്രേസ് കിട്ടും, വലിയ കിട്ടും. ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇന്നർ പാരന്തസിസും ഔട്ടർ പാരന്തസിസും നിങ്ങൾ വേർഡിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒരിക്കലും പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ശ്രദ്ധിക്കൂ. ഈ ഇത് കണ്ടില്ലേ, രണ്ട് ബ്രേസും തമ്മിൽ, ഇത് ഇന്നർ ബ്രേസും ഇത് ഔട്ടർ ബ്രേസും ആണ്. അപ്പൊ നമ്മൾ സാധാരണ എഴുതുമ്പോഴൊക്കെ ചെയ്യാൻ നമ്മൾ ഒന്നില്ലെങ്കിൽ വലുതാക്കി എഴുതും, അല്ലെങ്കിൽ നമ്മൾ വേറെ ബ്രാക്കറ്റ് ഇടും, സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. ഇന്നർ ബ്രാക്കറ്റ് പാരന്തസിസ് ആണെങ്കിൽ ഔട്ടർ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. പക്ഷെ നമുക്ക് രണ്ടും പാരന്തസിസ് ഇടണമെങ്കിൽ നോക്കൂ, വേണ്ട, ഈ ഓപ്ഷൻ ചെയ്താൽ മതി. അപ്പൊ ഈ ഇന്നറിനേലും വലുതായിട്ട് ഔട്ടർ വന്നോളും. വേർഡിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ രണ്ടും, അല്ലെങ്കിൽ സാധാരണ ടൈപ്പിങ്ങിലൊക്കെ രണ്ടും ഒരേ സൈസ് ആയിരിക്കും. ഇതിനെ വലുതാക്കാൻ നിങ്ങൾക്ക് പറ്റൂല. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഇന്നർ ബ്രേസ് ചെറുതാവുക, അതിനേലും വലുത് ഔട്ടർ ബ്രേസ് ആവുക. അപ്പൊ അതിനെ ഇങ്ങനെ സ്ലാഷ് ബിഗ് എൽ, നേരത്തെ നമ്മൾ സ്ലാഷ് ലെഫ്റ്റ് എന്നിട്ടത്, അപ്പൊ ഇവിടെ ഇന്നർ ബ്രാക്കറ്റ് സ്ലാഷ് ലെഫ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് വലുതാവും. അപ്പൊ അതിനേക്കാൾ വലുത് ഔട്ടർ വരും. അത് വേണമെങ്കിൽ ബിഗ് ലെഫ്റ്റ് ഇടണം, ബിഗ് എൽ, സ്ലാഷ് ബിഗ് എൽ. ഇനി അടുത്തത് നമ്മൾ നേരത്തെ ഇന്റഗ്രേഷൻ പറഞ്ഞു, ഇന്റഗ്രേഷന്റെ ലിമിറ്റ്സ് കൊടുക്കണമൊക്കെ പറഞ്ഞു. അതുപോലെ ഇനി സമ്മേഷൻ. അത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ഇന്നലെ കഴിഞ്ഞ ഗ്രൂപ്പിൽ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായില്ല. സമ്മേഷൻ എങ്ങനെ ഇടാം? ഓക്കെ, ഔട്ട്പുട്ട്. അപ്പൊ അതിന് സമ്മേഷനുള്ള ഓപ്ഷനാണ് സ്ലാഷ് സം എന്നിട്ടാൽ മതി. അപ്പൊ നമുക്ക് സിഗ്മ വരും, സ്ലാഷ് സം. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് നോക്കിക്കോ. കണ്ടില്ലേ, സമ്മേഷൻ വരണമെങ്കിൽ സ്ലാഷ് സം എന്നിട്ടാൽ മതി. അപ്പൊ ലോവർ ലിമിറ്റ് k ഈക്വൽ ടു 1 ടു അപ്പർ ലിമിറ്റ് n. അപ്പൊ സമ്മേഷൻ വരും. ഇവിടെ മോഡുലസ് വരും. എന്നിട്ടില്ലേ ബ്രാക്കറ്റ് വലുതായി, മൊത്തം ഉൾക്കൊള്ളുന്ന ബ്രാക്കറ്റായി. ഇവിടെ ഒരു കുഞ്ഞി ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അതിന് നമുക്ക് സാധാരണ പറ്റുന്ന അബദ്ധങ്ങൾ അതൊക്കെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ സമ്മേഷന്റെ വലിപ്പം അനുസരിച്ച് ബ്രാക്കറ്റ് ഇടണം. കണ്ട, സമ്മേഷൻ ഓൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേറൊരു സമ്മേഷൻ എക്സ് കെ ഇൻറ്റു വൈ കെ. ഇത് വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഔട്ട്പുട്ട് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാ, കണ്ടില്ലേ, സ്ലാഷ് ലെഫ്റ്റ് എഴുതി ബ്രാക്കറ്റ് ഇട്ടു, സ്ലാഷ് സം എഴുതി, ലോവർ ലിമിറ്റിന് അണ്ടർസ്കോർ ഇട്ടു, k ഈക്വൽ ടു 1, അപ്പർ ലിമിറ്റിന് n ഇട്ടു, ദെൻ പൈപ്പ് സിമ്പിൾ, മോഡുലസ് പൈപ്പ് സിമ്പിൾ എക്സ് കെ വൈ കെ, പിന്നെ റൈറ്റ് സിമ്പിൾ, അതിന്റെ സ്ക്വയർ ഹോൾ സ്ക്വയർ, ദെൻ സ്ലാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാൻ. പിന്നെ ഇവിടെ ആദ്യത്തെ സമ്മ് ഇൻറ്റു രണ്ടാമത്തെ സമ്മ്. ഓക്കെ, അപ്പൊ സമ്മേഷൻ മനസ്സിലായില്ലേ? ഈ പറഞ്ഞ ഇക്വേഷന് തന്നെ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് കൊടുക്കാനായിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ അവിടെ മുമ്പ് കൊടുത്തത് സ്ലാഷ് ലെഫ്റ്റ് ബ്രാക്കറ്റ് ആണ്. അതിന് പകരം സ്ലാഷ് BGGL സ്ലാഷ് ബിഗർ എൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഒരു ബ്രാക്കറ്റ് കിട്ടും. ഔട്ട്പുട്ട് നോക്കിക്കോ. അപ്പൊ അത് തുടങ്ങണത് അതുപോലെ തന്നെ ക്ലോസ് ചെയ്യണം. ബ്രാക്കറ്റ് തുടങ്ങിയാൽ റൈറ്റിൽ അതേ ബ്രാക്കറ്റ് കൊണ്ട് തന്നെ റൈറ്റിൽ ക്ലോസ് ചെയ്യണം.
കണ്ടില്ലേ? അത് നേരത്തെ എഴുതിയത് ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ അഡ്വാൻറ്റേജ് കാണാതില്ലേ? കുറച്ചും കൂടെ നല്ലൊരു ബ്രാക്കറ്റ് ആണ്. മറ്റേത് വല്ലാണ്ട് വലുതായി പോയി. ഇത് ഇത് കറക്റ്റ് സൈസിനുള്ളത് ഇടും. അപ്പൊ വേറൊരു ഓപ്ഷനാണ് ബിഗ്ഗറൽ /BIGGL കേട്ടാ. അപ്പൊ ആ മീനിങ് അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് ഓർത്തിരിക്കാം. അല്ലാതെ വല്ല ഒരു ബന്ധമില്ലാത്ത കമാൻഡ്സ് അല്ല ലാറ്റക്സിലുള്ളത്. അപ്പൊ /BGGL ബിഗ്ഗറൽ അപ്പൊ /bigger r കൊണ്ട് ക്ലോസ് ചെയ്യാം. ഇനി ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ബൈനോമിയൽ ഇക്വേഷൻ എങ്ങനെ എഴുതുക എന്നൊക്കെ നോക്കുക. ഞാൻ അതിന്റെ അടുത്ത ഇതിലേക്ക് പോകാം. നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ കവർ ചെയ്യാണ്ട്. ഇത് സ്മോളർ ഫ്രാക്ഷൻ ഔട്ട്പുട്ട് നോക്കാൻ എന്നിട്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഔട്ട്പുട്ട് കണ്ടില്ലേ? ഈ ഹാഫ് ആണോ നല്ലത്, മുകളിൽ എഴുതിയ ഹാഫ് ആണോ നല്ലത്, താഴെയുള്ള ഹാഫ് ആണോ നല്ലത്? മുകളിൽ എഴുതിയത് ഒരു വൃത്തിയില്ല, കണ്ടില്ലേ? ഹാഫ് വലുതായി പോയി. അപ്പൊ അതിന് പകരം ചെറിയ ഫ്രാക്ഷൻ, ഈ ഇക്വേഷന്റെ അതേ ഭംഗി ഷേപ്പിൽ അതേ സൈസിൽ കിട്ടണമെങ്കിൽ ഈ രണ്ടാമത്തെ അടിയിൽ എഴുതിയ ഹാഫ് ആണ് നല്ലത്. അപ്പൊ ചെറിയ ഫ്രാക്ക് എങ്ങനെയാക്കാം എന്നുള്ളതാണ് അത് കേട്ടാ. അല്ലെങ്കിൽ വെറുതെ ഫ്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ വലുതായിട്ട് പോയി കാണാൻ ഭംഗി ഉണ്ടാവില്ല. അത് കണ്ടില്ലേ? ഒരു മുകളിലത്തെ കാണാൻ അത്ര വൃത്തിയില്ല. അപ്പൊ ചെറിയ ഫ്രാക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ഈ രണ്ടാമത് എഴുതിയ പോലെ ഉണ്ടല്ലേ, /T_frac എന്ന് കൊടുക്കണം. T_frac. അപ്പൊ T_frac കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഈ നമ്മുടെ മുമ്പത്തെ ഫ്രാക്കിനെ, നോർമൽ ഫ്രാക്കിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റും. ഇനി വലുത് വേണമെങ്കിൽ വേറെ ഓപ്ഷനാണ് D_frac കൊടുത്തു കഴിഞ്ഞാൽ വലുത് കിട്ടും. അപ്പൊ അതിന്റെ ഔട്ട്പുട്ടൊക്കെ നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കിയാൽ മതി കേട്ടാ. വലിയ ഫ്രാക്ക് വേണമെങ്കിൽ. ഇനി കസ്റ്റം ഫ്രാക്ക് വേണമെങ്കിൽ അതിന് കുറച്ച് പരിപാടികൾ ചെയ്യണം. ക്രിസ്റ്റഫർ സിമ്പിള് ഇതൊന്ന് വേണമെങ്കിൽ ഞാൻ ഔട്ട്പുട്ട് കാണിച്ചു തരാം. കസ്റ്റം ഫ്രാക്ക് വേണമെങ്കിൽ എന്താ കോഡ് എഴുതിയെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സംഭവം മനസ്സിലാവും. കണ്ട, ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇതൊന്ന് വേർഡിൽ എഴുതാൻ നോക്കിയേ, നിങ്ങൾക്ക് നടക്കൂല, ഇത്ര ഭംഗിയായിട്ട് കിട്ടില്ല അത്. ഇതൊക്കെ ടെക്സ്റ്റിന്റെ ഇടയിൽ വരുമ്പോ വേർഡിൽ അങ്ങോട്ട് കിടക്കാതെ ചാടി കളിച്ച് ആകെ വൃത്തികേടാക്കും. കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കണം നോക്കൂ. അപ്പൊ ഞാൻ വേർഡിനെ കുറ്റം പറയല്ല കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞു അത് സാധാരണ ഒരു ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയുള്ള സംഭവമാണ്. അപ്പൊ അത്ര ഫീച്ചേഴ്സ് അതിലുണ്ടാവുള്ളൂ, അല്ലാതെ അതിനെ നമ്മൾ കൂടുതൽ പ്രതീക്ഷ വെക്കരുത്. ഇനി വേറെ ഒരെണ്ണമാണ് C_frac ഉണ്ട്, അതുപോലെ .sb. ഇങ്ങനെയുള്ള കമാൻഡ്സ് ഒക്കെ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഇത് വേറൊരു gen_frac ഉണ്ട്, ജനറൽ ഫ്രാക്ക്, വേറൊരു ഫ്രാക്ക് ഓപ്ഷൻ. അപ്പൊ ഫ്രാക്ക് തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, അതിന്റെ ഔട്ട്പുട്ടൊക്കെ നോക്കി മനസ്സിലാക്കുക. അടുത്തത് ആരോസ്. നമുക്ക് ഇക്വേഷൻസിൽ ആരോസ് ആവശ്യം വരും. അപ്പൊ ആരോസിനുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മള് വെറുതെ ആരോ ഇടേണ്ടി വരും, ചിലപ്പോൾ മുകളിൽ വെക്ടർ പോലെ ആരോ ഇടേണ്ടി വരും. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിയാൽ മനസ്സിലാവും എന്താ ഉണ്ടാവണേ. നമുക്ക് ഒരുമിച്ച് കമ്പയർ ചെയ്തിട്ട് പഠിപ്പിക്കാൻ ഈസി ആയിരുന്നു. കണ്ടില്ലേ? അപ്പൊ ഇത് എ ക്യാപ്പ്, ഇത് എ ഡോട്ട്, ഇത് എയുടെ മുകളിൽ സർക്കിള്. കണ്ടില്ലേ? 3 ടൈപ്പ്. ഇതൊക്കെയാണ് നമുക്ക് സാധാരണ ആവശ്യം വരിക. എന്താ? സോറി, കണ്ടില്ല, ഔട്ട്പുട്ട് കാണുന്നില്ല. സോറി, ഞാനത് ഇടയ്ക്ക് വിട്ടുപോവാ. ഇതാ ഇപ്പൊ കാണില്ലേ? അപ്പൊ ഇതാണ് സാധാരണ നമുക്ക് ആവശ്യം വരുന്ന സംഗതികൾ. എ ക്യാപ്പ്, എ ഡോട്ട്, എയുടെ മുകളിൽ സർക്കിള്. കണ്ടില്ലേ? ഈ 3 എണ്ണമാണ് നമുക്ക് സാധാരണ ആവശ്യം വരിക, ഫ്രീക്വന്റ് ആയിട്ട് ആവശ്യം വരിക. പിന്നെ നോക്കൂ, ഇവിടെ ആരോ, ഇത് വെറുതെ ആരോ, അതിന് നമ്മൾ /right arrow ഇട്ടാൽ മതി.
സ്ലാഷ് റൈറ്റ് ആരോ. ഇനി ആരോന്റെ മുകളിൽ എഫ് കണ്ടില്ലേ, ഇത് ആരോന്റെ മുകളിൽ ജി, വീണ്ടും ഒരു റൈറ്റ് ആരോ, ഇനി ഇവിടെ ലെഫ്റ്റ് ആരോ. ഇത് ആരോന്റെ മുകളിലും അടിയിലും ഉണ്ട്, ഈ ആരോന്റെയും മുകളിലും അടിയിലും ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതേണ്ടത് ഇതൊക്കെയാണ്. അപ്പൊ അതിന് ആരോ പലതരത്തിലുള്ള ആരോ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഇവിടെ ഈ കയ്യിൽ ഈ ലെഫ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നോക്കുക കാണാൻ കണ്ടില്ലേ, പല ടൈപ്പ് ആരോസ് ഉണ്ട്. ഇതൊക്കെ ആരോസ് ആണ്. ഇവിടെ ലെഫ്റ്റിൽ കാണാൻ പറ്റില്ലേ നിങ്ങൾക്ക്? ലെഫ്റ്റിൽ കാണില്ലേ? കണ്ട പലതരത്തിലുള്ള ആരോസ് ഉണ്ട്. അതിന്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. അതിന്റെ രണ്ട് ആരോ ഉണ്ട്, ഇംപ്ലൈസ് ഉണ്ട്, മുകളിലേക്ക് ഉണ്ട്, താഴേക്ക് ഉണ്ട്. കണ്ടില്ലേ, പല പല ടൈപ്പ് ആരോസ് ഉണ്ട്. അതിനൊക്കെ ഓരോ കമാൻഡ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ കണ്ടില്ലേ, അപ്പൊ സ്ലാഷ് ഹാറ്റ്, സ്ലാഷ് ഡോട്ട്, സ്ലാഷ് ഓവർ സെറ്റ്, അങ്ങനെയാണ് എയുടെ മുകളിൽ ഒക്കെ വരണേ. പിന്നെ സർക്കിൾ വരാനായിട്ട് സ്ലാഷ് സർക്കിൾ കൂടി ഇടണം. പിന്നെ 0 സ്ലാഷ് എക്സ് റൈറ്റ് ആരോ. അപ്പൊ എക്സ് ഡയറക്ഷനിൽ റൈറ്റ് ആരോ പോവും. വൈ ഡയറക്ഷനിൽ വൈ ആക്കി കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് ആരോ പോവും. അങ്ങനെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. പിന്നെ ഇവിടെ എക്സ് റൈറ്റ് ആരോന്റെ കണ്ടില്ലേ, മുകളില് എഫ് ഇട്ടു. കണ്ട മുകളില് നമ്മള് എഫ് ഇട്ടു. അതാണ് ഇവിടെ വരുന്നത്. അതുപോലെ ഇതിന്റെ മുകളിൽ ജി ഇട്ടു. അപ്പൊ ബ്രേസിന്റെ ഉള്ളിൽ വെറുതെ ജി കൊടുത്താൽ മതി, അത് മുകളിൽ വരും. ഓക്കെ. അപ്പൊ ഈ ഒന്നുമില്ലെങ്കിൽ വെറുതെ ബ്രേസ് ഇടുക, ആരോന്റെ അവിടെ ബ്രേസ് മാത്രം ഇടുക. അപ്പൊ ഒന്നുമില്ല, ആരോന്റെ മുകളിലൊന്നുമില്ല. ഓക്കെ. അതുപോലെ ഇവിടെ നമ്മള് ഈ എക്സ് ആരോന്റെ എക്സ് റൈറ്റ് ആരോന്റെ ആദ്യം ഇടുന്നത് അടിയിലാ വരാൻ തോന്നുന്നു അല്ലെ. ഇത് അടിയിൽ വരും, പിന്നെ എഫ് മുകളിൽ വരും. കണ്ടില്ല, അടിയിൽ ആദ്യം വരും, പിന്നെ മുകളിൽ വരും. നമ്മൾ ഈ മറ്റേ ഇന്റഗ്രലിൽ സമ്മേഷന്റെ ഒക്കെ ആദ്യം അടിയിലല്ല കൊടുക്കുക, ആദ്യം ലോവർ ലിമിറ്റ് പിന്നെ അപ്പർ ലിമിറ്റ്. അപ്പൊ അതുപോലെ തന്നെ ആദ്യം എഴുതുന്നത് അടിയിലാണ് വരിക, പിന്നെ മുകളിൽ വരും. ആകെ ഒരെണ്ണമുള്ളെങ്കിൽ അത് മുകളിൽ മാത്രം വരും. ഇങ്ങനെ പലതരത്തിലുള്ള ആരോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ കയ്യിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. ഈ ആരോന്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ, ആരോന്റെ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അവിടെ അല്ലെങ്കിൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ആരോ മനസ്സിലാക്കാം. കണ്ട, അപ്പ് ആരോ ഇട്ട് കഴിഞ്ഞാൽ, ക്യാപിറ്റൽ യു ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ആരോ വരും മുകളിലേക്കുള്ള. അപ്പൊ ആരോസ് പഠിച്ചു. ഇനി ഇത് ഇൻഫിനിറ്റി. നമുക്ക് പലപ്പോഴും ലിമിറ്റ്സ് ഇൻഫിനിറ്റി എഴുതേണ്ടി വരില്ലേ. അപ്പൊ സ്ലാഷ് എന്താ എഴുതുക, സ്ലാഷ് INFTY എന്ന് എഴുതിയാൽ മതി കേട്ടാ. ഇൻഫിനിറ്റിയുടെ ഷോർട്ട് ഫോം ആണ് സ്ലാഷ് INFTY, ഇൻഫിനിറ്റി INFTY. പിന്നെ ഇവിടെ നമ്മളൊരു ഒരു പ്രത്യേക ഡിസ്പ്ലേ സ്റ്റൈൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ട, സ്ലാഷ് ഡിസ്പ്ലേ സ്റ്റൈൽ. അപ്പൊ ഒരു പ്രത്യേക രീതിയിൽ അത് വരും, സ്ലാഷ് ഡിസ്പ്ലേ സ്റ്റൈൽ. അപ്പൊ ഈ ലാസ്റ്റ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ വരിക നോക്കാം. കണ്ടില്ലേ, അപ്പൊ ഇത് ടെക്സ്റ്റിന്റെ ഉള്ളിലാണ് വരുന്നത് ഇത് സംഭവം. അപ്പൊ അതനുസരിച്ച് ചെറുതാവും, വലുതാക്കി കഴിഞ്ഞാൽ അത് വൃത്തികേടാവും. അപ്പൊ അത് ആ ടെക്സ്റ്റിന്റെ ഏതാണ്ട് മാച്ച് ചെയ്യുന്ന ഹൈറ്റിൽ തന്നെ ഇവിടെ വരും. ഇതപ്പോ ഒരു ഇക്വേഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കണേ. അപ്പൊ ഇൻഫിനിറ്റി വന്ന് കണ്ടില്ലേ, ഇൻഫിനിറ്റി ഒക്കെ നമ്മള് ഇങ്ങനെ INFTY തന്നെ കൊടുക്കണം. അപ്പൊ അതിന്റെ സിമ്പിളൊക്കെ കറക്റ്റ് ആയിട്ട് വന്നോളൂ. ഇവിടെ നമ്മൾ ഡിസ്പ്ലേ സ്റ്റൈൽ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ ഈ ഇതുപോലെ ടെക്സ്റ്റിന്റെ അതേ സൈസിൽ തന്നെ വരും. അപ്പൊ ഇൻഫിനിറ്റി നോക്കൂ, ഇവിടെ നോക്കൂ, ഇൻഫിനിറ്റി മുകളിലും താഴെയും അല്ല വന്നേക്കണേ. ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഇവിടെ വന്നിരിക്കുന്നത് നേരെ നേരെ വന്നിരിക്കണേ. അപ്പൊ ഡിസ്പ്ലേ സ്റ്റൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് അടിയിലും മുകളിലും വരും കണ്ട. പക്ഷെ സൈസ് വലുതാവും, പക്ഷെ ഇൻഫിനിറ്റിയും ലോവർ ലിമിറ്റ് ഒക്കെ അടിയിലും മുകളിലും വരും. ഇവിടെ സൈഡിലാണ് വരുന്നത്. ഇതൊക്കെ ഓരോ സന്ദർഭം അനുസരിച്ചിട്ട് നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ, നമ്മൾ ഓരോ ബുക്കൊക്കെ എഴുതുമ്പോൾ നമുക്കൊരു ഐഡിയ വേണം എങ്ങനെ വേണം എന്നൊക്കെ. അല്ലാണ്ട് നമുക്കൊരു ഐഡിയ വരുമ്പോൾ ആ ഐഡിയയിൽ ആക്കി എടുക്കുക എന്നുള്ളതാണ്.
ഓരോ ഇക്വേഷൻസ് എങ്ങനെ വരണമെന്ന് നമുക്ക് എഴുതുന്ന ആൾക്ക് ഒരു ഐഡിയ വേണം. അതിനാദ്യം നമ്മൾ ഈ ബുക്കുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആർക്കനോ ഒക്കെ വായിക്കുമ്പോൾ അവരൊക്കെ അത് ടെക്ക് വെച്ചിട്ടാണ് അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറ്റുള്ളൂ. ആർക്കൻ ബുക്ക് ഉണ്ടാക്കാനായിട്ട് ടെക്ക് വെച്ചിട്ട് മാത്രമേ പറ്റുള്ളൂ. അവർ ടെക്കിലായിരിക്കും അത് അടിച്ചിട്ടുണ്ടാവുക, ഒരു സംശയവും. അപ്പൊ അതില് നിങ്ങൾ ബുക്ക് വായിക്കുമ്പോൾ അതിൽ ഓരോ വന്നിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ വന്നു എന്നൊക്കെ നിങ്ങൾ നോക്കാം. എങ്ങനെയാണ് ഇക്വേഷൻസ് വരുന്നത്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ഇമേജ് ആയിട്ട് ഇങ്ങനെ വേണം. അപ്പോഴാണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു സാധനം ബുക്ക് ഒരു ആർട്ടിക്കിൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതേ ഫോർമാറ്റ്സ് തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആർക്കനൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം അവരൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്, പ്രത്യേകിച്ച് മാത്തമാറ്റീഷ്യൻസ്, അവർ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ എല്ലാ കാര്യത്തിലും. അവരപ്പോ ഇങ്ങനെ എല്ലാ കുത്തും കോമയൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ പലരും ഇങ്ങനെ ലൈറ്റ് ആയിട്ട് എടുക്കണ സംഭവം. എന്താ വെച്ചാൽ നിങ്ങളെ ടീച്ചർമാര് നിങ്ങളെ ഇതൊന്നും ചെറുപ്പത്തില് ശ്രദ്ധിക്കാണ്ടാണ്. സാധാരണ ഞാനൊക്കെ കണ്ടിട്ടുള്ളത് നമ്മളൊരു പേപ്പറൊക്കെ എഴുതിയിട്ട് ഗൈഡുമാർ റിസർച്ച് ഗൈഡിന്റെ അടുത്തൊക്കെ കറക്റ്റ് ചെയ്യാൻ പോകുമ്പോണ്ടല്ലോ, ഒരു കുത്ത് കണ്ടു കഴിഞ്ഞാൽ അവർ ഓടിപ്പിക്കും, ഒരു തെറ്റിക്കഴിഞ്ഞാൽ ഒരു കോമ തെറ്റിക്കഴിഞ്ഞാൽ ഓടിപ്പിക്കും. അപ്പൊ ഒരേ പ്രാവശ്യം ഇങ്ങനെ നടക്കേണ്ടി വരും. അങ്ങനെ ഒരു 50-100 പ്രാവശ്യം നടന്നു കഴിയുമ്പോ എന്താവും, നമുക്ക് തന്നെ ആകെ ഭ്രാന്ത് പിടിക്കും. അപ്പൊ തന്നെ നമ്മൾ ശരിയായിക്കോളാന്ന് വിചാരിക്കും, ഇനി ഞാൻ നേരെയാക്കാമെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് വരെ പോകണ്ട. നമ്മള് ചെറിയ ചെറിയ മൈന്യൂട്ട് പങ്ക്ച്വേഷൻസ് വരെ വളരെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് തുടക്കം തൊട്ട് തന്നെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് തെറ്റിക്കണവരെ നമ്മൾ ചീത്ത പറയും. ഓക്കെ, അപ്പൊ അത് ടീച്ചർമാർക്കൊക്കെ വേണ്ട ഒരു എസെൻഷ്യൽ ഗുണങ്ങളാണ്. സ്പെല്ലിങ് തെറ്റിക്കാതിരിക്കുക, അതുപോലെ പങ്ക്ച്വേഷൻ തെറ്റിക്കാതിരിക്കുക, ഗ്രാമർ തെറ്റിക്കാണ്ടിരിക്കുക. കാരണം ആശാന് അക്ഷരം ഒന്ന് പഴിച്ചാൽ ശിഷ്യന്മാർക്ക് എത്ര പഴിക്കുക? ആശാന് അക്ഷരം ഒന്ന് പഴിച്ചാൽ ശിഷ്യനാൽ എത്ര പഴിക്കും? ശിഷ്യന് അത്ര തന്നെയാണോ പഴിക്കുക? കേട്ടിട്ടില്ലേ? 51. 58, 51, 51ആണോ? 58 പിഴയ്ക്കും ശിഷ്യനാണ്. 58, 56 അത്ര ടൈംസ് ശിഷ്യന് തെറ്റ് പറ്റും. അപ്പൊ ആശാന്മാർക്ക് ടീച്ചർമാർക്ക് ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് പറ്റിയാൽ അതിന്റെ എത്രയോ 58 ഇരട്ടി ആയിരിക്കും ശിഷ്യന്മാർക്ക് തെറ്റുക. അപ്പൊ നിങ്ങളുടെ ലോവർ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല. അവർ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിന്റെ പോയട്രിയും സ്റ്റോറിയും ഡ്രാമയൊക്കെ വായിക്കാൻ. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് സ്കൂൾ ലെവലിൽ. അപ്പൊ കോളേജിലത്തെ ആൾക്കാർ വിചാരിക്കും നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, സ്കൂളിലത്തെ ടീച്ചർമാർ വിചാരിക്കും ഇതൊക്കെ അവർ കോളേജിൽ പഠിച്ചോളും. അങ്ങനെ അവസാനം നിങ്ങൾ എവിടെയും പഠിക്കില്ല. അവസാനം നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ നിങ്ങളുടെ MSc എത്തിന്ന് വിചാരിക്കണം. നിങ്ങൾ ഏറ്റവും ഹയർ ലെവലിലെത്തി, ഹയർ എഡ്യൂക്കേഷന്റെ ഏറ്റവും ഹയർ ലെവലിലെത്തിയിട്ട് ഈ ചെറിയ ചെറിയ മിസ്റ്റേക്സ് കൊണ്ട് നിങ്ങൾ എന്നെ ഇത്ര പേർക്ക് ടൈം എന്നെ വേസ്റ്റ് ആക്കാം. അപ്പൊ ഞാൻ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും വിചാരിക്കണം. അപ്പൊ ഇനി മേലാക്കാം ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ആരും ഇതുപോലെയുള്ള ഒരു എററും വരുത്തരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം. എല്ലാ സംഗതികളും പെർഫെക്റ്റ് ആയിട്ട്, എന്നിട്ട് വേണം നമുക്ക് പിന്നെ നോളേജ് പെർഫെക്റ്റ് ആക്കാൻ. ഇത് ഓട്ടോമാറ്റിക് നമുക്ക് ആർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് നമ്മൾ അറിവ് വർദ്ധിപ്പിക്കുമ്പോൾ രണ്ടും കൂടെ എൻഹാൻസ് ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു ബൂസ്റ്റ് കിട്ടും. ഇത് ഞാൻ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാണ്. ഇതൊക്കെ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കുക. ഞാൻ അയച്ചു തരാം കേട്ടോ, മറ്റേ സ്ക്രീൻഷോട്ട്. അല്ല, ഇതിലൊക്കെ ഞാൻ ഇങ്ങനെ പല എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ സെറ്റുകളുടെ ആണോ, സെറ്റ് ഇതൊന്ന് നോക്കാം, ഔട്ട്പുട്ട് നോക്കാം. എന്നാണ് എന്റെ കോഡിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. ആണോ, ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടില്ലേ, നോക്കുവോ? നേരത്തെ സമ്മേഷന് പകരം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിള് അടിയിൽ നോക്കൂ, 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. I = 1, I ≠ k. ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്നതാ. ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഡീജനറസി ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഡീജനറേറ്റ് സ്റ്റേറ്റ്സ് ആവാൻ പാടില്ല, ഈക്വൽ ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന സംഭവമാണിത്. കണ്ടില്ലേ, ഇത് സമ്മേഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ ഇവിടെ നോക്കൂ, സെറ്റ് ഒരു U എന്ന് പറയുന്ന ഒരു സിമ്പിള്, അതിന്റെ 4 മൂലയ്ക്കും കണ്ട ലെഫ്റ്റ് റൈറ്റ്, അപ്പർ റൈറ്റ് അപ്പർ ലെഫ്റ്റ്, അല്ല ലോവർ ലെഫ്റ്റ് ലോവർ റൈറ്റ്, അപ്പർ ലെഫ്റ്റ് അപ്പർ റൈറ്റ്. കണ്ട 4 മൂലയ്ക്കും ഇൻഡെക്സുകൾ വരും. ഇതിനുള്ള ഓപ്ഷൻ ഒന്നും ഒരിക്കലും വേർഡിൽ ഉണ്ടാവില്ല, നിങ്ങൾ നോക്കിക്കോ. അതുപോലെ ഇതുപോലെയൊക്കെ എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, 2 ലിമിറ്റ്സ് ഒക്കെ എഴുതാനും.
അതുപോലെ സമ്മേഷന് ഒരു പ്രൈം കൊടുക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാം. അപ്പൊ ഇത് ഈ സമ്മേഷന് പകരം ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ വേണമെങ്കിൽ എന്ത് വേണം? ഇതിൽ നോക്കി അറിയാം. പി കെ ഓഫ് എക്സ് ഈക്വൽ ടു, നമ്മുടെ ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം. പി കെ ഓഫ് എക്സ് ഈക്വൽ ടു കണ്ട സ്ലാഷ് പ്രോഡക്റ്റ് സ്ലാഷ് സമ്മിന് പകരം സ്ലാഷ് പ്രൊഡക്റ്റ് കൊടുത്താൽ ഏത് വരും? നമ്മുടെ ആ മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ വരും. സമ്മേഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ വരും. കണ്ട സ്ലാഷ് പ്രോഡ്. ഓർത്തിരിക്കാൻ എളുപ്പല്ലേ? പിന്നെ ഇതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഈ നാല് മൂലയ്ക്കും 4 വന്നേന്നുള്ളത്? സ്ലാഷ് സൈഡ് സെറ്റ് ഉപയോഗിക്കണം. സ്ലാഷ് സൈഡ് സെറ്റ്. എന്നിട്ട് ബിഗ് കപ്പ് കണ്ടില്ലേ? സ്ലാഷ് ബിഗ് കപ്പ്, അതാണ് യു. ഓക്കെ, ഇനി ഞാൻ കുറെ എണ്ണം വിടാൻ പോവാണ്. കാരണം നമുക്ക് ഇനി അധികം സമയമില്ലാത്തതുകൊണ്ട്. ഓൾറെഡി 12 മണിയായി. ഇനി ഇത് പോട്ടെ. കസ്റ്റം മാത്ത് ഓപ്പറേറ്റർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്ത് ഇനി മാത്തിന് തന്നെ പല ഫോണ്ട് ഉണ്ട് കേട്ടോ. വെറുതെ നമ്മൾ മാത്ത് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റൈലിലാണ് വരിക. ഈ മാത്തിന് തന്നെ കണ്ടില്ലേ? മാത്ത് റോമൻ, മാത്ത് ബോൾഡ്, മാത്ത് സ്മോൾ, എന്താ പറയാ, സ്മോൾ ഫോണ്ട്, കാൽ ഉണ്ട്. സ്ലാഷ് മാത്തിന്റെ കൂടെ തന്നെ നമുക്ക് പല രീതിയിൽ എഴുതാൻ പറ്റും. അപ്പൊ അതനുസരിച്ചിട്ട് ഫോണ്ടുകൾ വ്യത്യാസം വരും. മാത്ത് ഫോണ്ട് തന്നെ പല ടൈപ്പിൽ വരും. ഓരോന്നൊക്കെ ചിലപ്പോൾ ഒരേ ഇഷ്ടമായിരിക്കും. ഓരോ ബുക്ക് നോക്കുമ്പോഴേ ചിലപ്പോ തങ്കപ്പൻ ഈ അവസാന കാലഘട്ടത്തിലാണ് ടെക്ക് പഠിച്ചത്. തങ്കപ്പന്റെ ബുക്ക് നിങ്ങൾക്ക് അറിയാലോ. തങ്കപ്പൻ ആദ്യം അറിയില്ലായിരുന്നു. എന്നിട്ട് പക്ഷെ ആള് പ്രോബ്ലംസിന്റെ ഒരു ബുക്ക് എഴുതി. ആ ബുക്ക് എഴുതിയപ്പോൾ ആള് ടെക്ക് പഠിച്ചിട്ടാണ് എഴുതിയത്. അപ്പൊ ഈ ടെക്ക് പഠിക്കാൻ വേണ്ടി തന്നെ തങ്കപ്പൻ ഒരു 1-2 മാസം എടുത്തിട്ട് ടെക്ക് പഠിച്ചു. കാരണം അവർ വയസ്സായ ആൾക്കാരാണ്, അവർക്ക് പഠിക്കാൻ എളുപ്പമല്ല. അപ്പൊ അവർക്ക് പഠിക്കാൻ കുറച്ചും കൂടെ സമയം വേണ്ടി വരും. ഇപ്പൊ തങ്കപ്പന്റെ പ്രോബ്ലംസ് ബുക്ക് തങ്കപ്പൻ ടെക്ക് വെച്ചിട്ടാണ് അടിച്ചത്. മറ്റേ ടെക്സ്റ്റ് ഇപ്പോഴും ടെക്കിലായിട്ടില്ല. ടെക്കിലായി കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. ഞാൻ അടുത്ത സെഷനിൽ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. ടെക്കും സാധാരണ ഇതിലും പറഞ്ഞ വ്യത്യാസം കണ്ടില്ല. അപ്പൊ മാത്തിൽ തന്നെ ഇത് വെറുതെ മാത്തിലുള്ള ഫോണ്ടാണ്. പക്ഷെ മാത്തിൽ തന്നെ നമുക്ക് വേറെ സ്റ്റൈൽസ് ഫോണ്ടുകളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ സ്ലാഷ് മാത്തിന്റെ കൂടെ സ്ലാഷ് മാത്ത് RM ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓരോന്നനുസരിച്ചിട്ട് ഇതുപോലെ ബോൾഡ് ആണെങ്കിൽ ഇതുപോലെ വരും. മനസ്സിലായിണ്ടാവില്ല? മാത്തിൽ തന്നെ നമുക്ക് ഫോണ്ട് മാറ്റാം, ടെക്സ്റ്റിൽ മാറ്റാം, അതുപോലെ തന്നെ മാത്തിലും മാറ്റാം. അപ്പൊ ഇനിങ്ങനെ മാത്ത് RM, മാത്ത് BF അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ പലതരത്തിലുള്ള ഫോണ്ടുകൾ വരും. ഇനി ഞാൻ ഇത് ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഗ്രീക്ക് ലെറ്റേഴ്സ്, ഇത് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരേണ്ടതാണ്. ഗ്രീക്ക് ലെറ്റേഴ്സ് ക്യാപിറ്റലും സ്മോളും എങ്ങനെ വരാം? ഇതാരാ സ്ക്രീനിൽ വരയ്ക്കുന്ന ആള്? ഇങ്ങനെ ക്യാപിറ്റലും സ്മോളും ഇവിടെ ഗ്രീക്ക് ലെറ്റേഴ്സ് വരണമെങ്കിൽ /α/β അങ്ങനെ എഴുതിയാൽ മതി. ഇനി ചിലതിന് ക്യാപിറ്റൽ ഉണ്ട്, അതിന് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കിയാൽ മതി. ഇതൊക്കെയാണ് ഗ്രീക്ക് ലെറ്റേഴ്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരേണ്ടതാണ്. അപ്പൊ നിങ്ങളെ നോക്കിക്കോളൂ. ഗ്രീക്ക് ലെറ്റേഴ്സ് കണ്ടില്ലേ? ഗ്രീക്ക് ലെറ്റേഴ്സ് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ എല്ലാം വന്നു. പിന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഗ്രീക്ക് ലെറ്റേഴ്സ് അറിയണം കേട്ടോ. നമ്മളതൊരു മിനിമം നമ്മുടെ ഫിസിക്സ് പഠിക്കുന്നവർക്ക് മിനിമം ഒരു റിക്വയർമെന്റ് ആണ് എല്ലാ ഗ്രീക്ക് ലെറ്റേഴ്സും പഠിക്കാന്നുള്ളത്. ഓക്കെ, ഗ്രീക്ക് ലെറ്റേഴ്സ് പഠിച്ചില്ലേ? ഇനി വേറെ കുറെ ബൈനറി ഓപ്പറേഷൻ സിംബൽസ് ഉണ്ട്. ഇത് /PM +or- അങ്ങനെ കുറെ ഇതുണ്ട്. /ടൈംസ്, ഡിവിഷൻ സിമ്പിള്. ഈ സിമ്പിൾസ് ഞാൻ ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഉപയോഗിക്കുന്ന സിമ്പിൾസിന്റെ ഒക്കെ അതെങ്കിലും നമ്മൾ പേര് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. സാധാരണ മാത്തിൽ വരുന്ന സിമ്പിൾസ് ഇതൊക്കെയാണ്.
ഇതാ നോക്കിക്കോ, കണ്ടില്ലേ? പ്ലസ് ഓർ മൈനസ്, മൈനസ് ഓർ പ്ലസ്, മൾട്ടിപ്ലിക്കേഷൻ, ടൈംസ്, ഡിവ്, സ്ലാഷ് ഡിവ്, അതുപോലെ ബാക്കിയുള്ള സിമ്പിൾസ് കണ്ട. അതുപോലെ സെറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇന്റർസെക്ഷൻ, അങ്ങനെ യൂണിയൻ, പിന്നെ വേറെ കുറെ സിമ്പിൾസ്, ഡയറക്റ്റ് പ്രൊഡക്റ്റ്, ഡയറക്റ്റ് സം, ഇത് ഡയറക്റ്റ് സം, ഡയറക്റ്റ് പ്രൊഡക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ഇത് മൾട്ടിപ്ലിക്കേഷൻ തിരിച്ചിടുക. ഇതൊക്കെ നമുക്ക് നോർമലി ആവശ്യം വരില്ല. നോർമലി ആവശ്യം വരുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇതൊന്നും നിങ്ങൾ വേർഡിലൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ വേറെ കുറെ സംഗതികളൊക്കെ ഇൻസ്റ്റാൾ ചെയ്താലാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇക്വേഷൻ എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ വേറെ കുറെ ഫോണ്ടുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോഴാണ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ നോർമലി അതിന് വേണ്ടി ശ്രമിക്കാണ്ടിരിക്കുക നല്ലത്. ഇതും അതുപോലെ തന്നെ വേറെ കുറെ സിമ്പിൾസ് ആണ്. ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക. ഇത് വേറെ കുറെ പലതരത്തിലുള്ള ആരോസ് ആണ്. അത് ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചില്ലേ, ഈ ആരോസ് ഈ കാണുന്ന സെറ്റുകളൊക്കെ ഇതിലുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ പേരുകൾ പഠിച്ചു വയ്ക്കുക. മീനിങ് ഫുൾ ആയിട്ടുള്ള പേരുകൾ തന്നെയാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വർക്ക് ചെയ്തിട്ട് നോക്കിയിരിക്കുക. അത് ഇതിനെ നോക്കി വയ്ക്കുക ആവശ്യമുള്ളതൊക്കെ. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ആവശ്യം വരുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ഡോട്ട് ഇടുക, അതുപോലെ എച്ച് ക്രോസ്, അങ്ങനത്തെ സംഭവങ്ങൾ. ഔട്ട്പുട്ട് നോക്കിക്കോളൂ. കണ്ടില്ലേ? ഇത് നമ്മൾ കാർഡ്സ് കളിക്കുമ്പോൾ തന്നെ ക്ലാവർ, ഇതൊക്കെ ഇല്ലേ, സ്പേഡ്, ക്ലാവർ, ഹാർട്സ്, ഡയമണ്ട്, ഇൻഫിനിറ്റി, ഈ ബോക്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇത് ഇവിടെ ഡയമണ്ട്, ഇവിടെ വേറെ കുറെ ഫോർ എവരി, അങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ഇല്ലേ, പാർഷ്യല്, എച്ച് ക്രോസ്, കണ്ടില്ലേ? ഈ വക സിമ്പിൾസ് ഒക്കെ നമുക്ക് ഓർത്തിരിക്കുക. ആവശ്യമുള്ളതൊക്കെ ആവശ്യമുള്ള സ്ഥലത്തില്ല. ഡോട്ട്സ് തന്നെ പലതരം കണ്ട. ഡോട്ട്സ്, ഈ ചെരിഞ്ഞിട്ടുള്ള ഡോട്ട്സ്, വെർട്ടിക്കൽ ഡോട്ട്സ്, സ്ക്വയർ റൂട്ട്, നബ്ല, കണ്ടില്ലേ? കുറെ കാര്യങ്ങളുണ്ട്. സിമ്പിൾസ്, മാത്തമാറ്റിക്കൽ സിമ്പിൾസ്. അപ്പൊ ഇതിൽ ചിലത് കോമൺ ആയിട്ട് വരുന്നതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള നേരത്ത്, എല്ലാ നേരം പോയി നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്, നമുക്ക് നെറ്റിൽ എപ്പോഴും സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു വെക്കുക, കോമൺ ആയിട്ട് വരുന്നത്. ഇനി ഇതൊക്കെ നിങ്ങൾ നോക്കുക. സിമ്പിൾസിനൊക്കെ നമുക്ക് പല സൈസിലുള്ള കൊടുക്കാം. അതാണിത്. പല സൈസിൽ സിമ്പിൾസ് കൊടുക്കാൻ പറ്റും. അത് നോക്കുക. പിന്നെ നമ്മൾ സാധാരണ ലോഗരിതമിക്, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, സൈൻ, കോസ്, അതൊക്കെ നമ്മളിങ്ങനെ സ്ലാഷ് സൈൻ, സ്ലാഷ് കോസ്, സ്ലാഷ് ലോഗ്, അങ്ങനെയൊക്കെ കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെയാണ് വരിക. അപ്പൊ നമുക്ക് കൊടുക്കാം. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് ഇത് ഇങ്ങനെ വരും. അത് ഇക്വേഷന്റെ ഉള്ളിൽ നമ്മൾ വെറുതെ സൈൻ കൊടുക്കരുത്, സ്ലാഷ് സൈൻ കൊടുക്കണം കേട്ടോ. അപ്പൊ അത് ഇങ്ങനെയൊക്കെ വരും. കണ്ടില്ല? അത് നല്ല വൃത്തിയായിട്ട് വരും. അതാണ് അതിന്റെ രസം. സൈൻ, ടാൻ എച്ച്, സൈൻ, കണ്ടില്ലേ? ഇവിടെ സൈൻ, മാക്സിമം ടെക്സ്റ്റിൽ വേണമെങ്കിൽ എഴുതാം. പക്ഷെ ടെക്സ്റ്റിൽ എഴുതണത് നല്ലത് ഇതുപോലെ ഇങ്ങനെ ഇതിന്റെ ഇത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ടെക്കിന്റെ സിമ്പിൾ തന്നെ നമ്മൾ യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. ടെക്സ്റ്റിൽ ഇതൊക്കെ ടെക്സ്റ്റ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇക്വേഷന്റെ ഉള്ളിൽ സൈൻ തീറ്റ വരുമ്പോൾ സൈൻ എന്നുള്ളത് ടെക്സ്റ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ അത് ഇതുണ്ടല്ലേ, സൈനൊക്കെ ഇവിടെ ഉണ്ട് ഓൾറെഡി, മാക്സ് ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ലിമിറ്റ്സ് ഇവിടെ ഉണ്ട്, ഇൻഫിനിറ്റി ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണോ വരുന്നത്, ടാൻ എച്ച്, കണ്ടില്ലേ? അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ എഴുതായിരിക്കും നല്ലത്. ടെക്സ്റ്റ് ആയിട്ട് എഴുതരുത്. ഇക്വേഷന്റെ ഉള്ളിൽ ടെക്സ്റ്റ് ആയിട്ട് എഴുതരുത്. സൈൻ, കോസ് എന്നൊക്കെ ഉള്ളത്, ലോഗ് എന്നൊക്കെ ഉള്ളത്, അത് സ്ലാഷ് സൈൻ, സ്ലാഷ് ലോഗ്, അങ്ങനെയൊക്കെ തന്നെ എഴുതുക. ഇനി ഇത് പലതരത്തിലുള്ള ലിമിറ്റേഴ്സ് ആണ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ആരോ പലതരത്തിലുള്ള ഡിലിമിറ്റേഴ്സ്. ഇത് ലാർജ് ഡിലിമിറ്റേഴ്സ്, അത് നോക്കാം. ദെൻ ഇത് പലതരത്തിലുള്ള മാത്തിൽ തന്നെ ആവശ്യം വരുന്ന സംഭവങ്ങളാണ്. അത് നോക്കാം. ഹാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. യൂണിറ്റ് വെക്ടർ ഐ ജെ ഒക്കെ എഴുതുമ്പോൾ ഹാറ്റ് കൊടുത്തിട്ട് എഴുതിയാൽ മതി. സ്ലാഷ് ഹാറ്റ് ഐ, കോമ, സ്ലാഷ് ഹാറ്റ് ജെ, സ്ലാഷ് ഹാറ്റ് കെ എന്ന് എഴുതണം. അപ്പൊ ഐ ജെ ഒക്കെ യൂണിറ്റ് വെക്ടേഴ്സ് വരും. അതുപോലെ ബാക്കിയുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കുക എന്താണ്.
ഓക്കെ, ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യണം. നിങ്ങൾ ഓരോന്ന് റൺ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് നോക്കിയാൽ മതി. AMS ഡീലിമിറ്റേഴ്സ്, ഇത് 4 നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇത് പലതരത്തിലുള്ള ആരോസ്. ഇനി നെഗേറ്റഡ് ആരോസ്, ആരോസിന്റെ അവിടെ വെട്ടിടില്ലേ, ആരോ എഴുതിയിട്ട് വെട്ടിടും, നെഗേറ്റ് ചെയ്യും. ഇത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, H ബാർ അങ്ങനത്തെ സംഭവങ്ങൾ. ഇതൊക്കെ ഞാൻ കമന്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് ഇതൊന്നും ആവശ്യം, ഇതൊക്കെ ആവശ്യമുള്ളതാണ്, പക്ഷെ ഇതൊക്കെ നമ്മൾ നോക്കിയാൽ മതി. പലതരത്തിലുള്ള ബോക്സുകൾ കേട്ടാ, നമുക്ക് ഒരാളുടെ കണ്ടു ഞാൻ, ചില ഒരു ഇക്വേഷൻ അങ്ങനെ തന്നെ ബോക്സിന്റെ ഉള്ളിലാക്കിയിട്ട് കണ്ടു, അത് നന്നായി, അങ്ങനെ നോക്കി പഠിക്കണം കേട്ടാ. ഇപ്പൊ ഞാൻ ചില തരത്തിലുള്ള ബോക്സുകൾ പഠിപ്പിക്കാം. ഇവിടെ എന്തോ എനിക്ക് തോന്നുന്നത്, ഇവിടെ ഞാൻ ഇത് കമന്റ് ചെയ്തില്ല, അതാണ്. ഓക്കെ, പലതരത്തിലുള്ള ടെക്സ്റ്റുകളും അതുപോലെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ബോക്സിന്റെ ഉള്ളിൽ ഇടാം. അപ്പൊ ഇത് ടെക്സ്റ്റുകളുടെ കാര്യമാണ് പറയണേ. നോക്കൂ, പലതരത്തിലുള്ള ടെക്സ്റ്റ് ബോക്സുകൾ ഇടാം കണ്ട. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് പലതരത്തിലുള്ള ബോക്സുകൾ നമുക്ക് ഇടാം. ഇത് നോക്കി അതിൽ നിന്ന് മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാണ് ഈ ബോക്സുകൾ വരണേ. ഇവിടെ ടെക്സ്റ്റ് തന്നെ കണ്ട, താഴെ മുകളിലൊക്കെ എഴുതാം. ടെക്സ്റ്റ് തന്നെ നമുക്ക് താഴെ മുകളിലൊക്കെ എഴുതാം, കണ്ടില്ലേ? ഇത് നിങ്ങൾ വേർഡിൽ നടക്കുമോ? ഇതിങ്ങനെ എഴുതാൻ പറ്റും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ടെക്സ്റ്റ് തന്നെ അടിയിലും മുകളിൽ എഴുതാൻ പറ്റില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചാലും നടക്കില്ല. അതുപോലെ ഇതിൽ ചില എറേഴ്സ് ഉണ്ടാകണം, 5 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇല്ല. അപ്പൊ അതൊക്കെ നോക്കണം കേട്ടാ. പലതരത്തിലുള്ള ബോക്സ്, ടെക്സ്റ്റ് ബോക്സുകളാണ് ഇത് മുഴുവൻ. ഇവിടെ കട്ടിയുള്ള ബോക്സ് ഉണ്ട്, അത് വലുതാണ്. ഈ ബോക്സിനേലും വലുതാണ് ഇത്, കട്ടിയുണ്ട്, ഹൈറ്റും കൂടുതലാണ്. അപ്പൊ ഓരോ ബോക്സിന്റെ ആവശ്യമുള്ള തരത്തിലുള്ള ബോക്സ് സെലക്ട് ചെയ്യാം നമ്മൾ. അപ്പൊ ഇവിടെ പേര് എറർ ഉള്ളത് ഇവിടെയാണ് അല്ല, ഇവിടെയുണ്ട് നമ്മൾ എന്ത് ഇടണം? 5 സെന്റിമീറ്റർ, അവിടെ കഴിഞ്ഞ് സ്പേസ് ഇടണം, അവിടെയാന്ന് തോന്നുന്നു. അപ്പൊ ഇത് റേസ് ചെയ്യാനും ലോവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് കണ്ടില്ലേ? ടെക്സ്റ്റിനെ റേസ് ചെയ്യാനും ലോവർ ചെയ്യാനും കണ്ടില്ല. റേസ് ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട 1EX ഒരു യൂണിറ്റ് ആണ് അത്, അപ്പൊ അത്രയും അത് റേസ് ചെയ്യും. -1EX കൊടുത്താൽ അത് താഴ്ത്തിക്കും. അത് ടെക്സ്റ്റ് തന്നെ അതിന്റെ അലൈൻ മാറ്റും. ഓക്കെ, ഇതൊക്കെ ഞാൻ അടുത്തത് ഇതാണ്. അടുത്തത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ആരോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, വളരെ എനിക്ക് നല്ലത് തോന്നി. കാരണം ഫിഗർ ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യാതെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായില്ല. അത് നിങ്ങൾ ആരോ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്, വളരെ നല്ല കാര്യം. ഫിഗർ ഇൻസെർട്ട് ചെയ്യല് ശരിക്കും പറഞ്ഞാൽ അത്ര ഈസി അല്ല. എന്നാ നമുക്ക് വേണമെങ്കിൽ ഫിഗർ കുറച്ച് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് താനും. പല രീതിയിൽ ഫിഗർ ഇൻസെർട്ട് ചെയ്യാം, മനസ്സിലായില്ലേ? പല രീതിയിൽ നമുക്ക് ഫിഗർ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതില് ഓരോ ഓപ്ഷൻസ് ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്.